ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമ ബ്ലോഗ്സിൻ്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ രാവിലെ ഒരിടം വരെ പോവാണ് കേട്ടോ, വേറെ എങ്ങോട്ടേക്കും അല്ല. നമ്മളെ ഗ്യാസിൻ്റെ ബുക്ക് റെഡിയാക്കാം പീരുമേട്ടിലേക്കാണ്. ഇത് മൂന്നാമത്തെ പ്രാവശ്യത്തെ പോക്കാണ് കേട്ടോ. ഒരു പ്രാവശ്യം വേറെ ഒരാളിലേക്ക് കൊടുത്തു വിട്ടു ബുക്ക്, ഞാൻ പോയില്ല, വേറൊരാളിലേക്ക് കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ തന്നെ ഒരു പ്രാവശ്യം പോയി. അങ്ങനെ 2 പ്രാവശ്യം ഗ്യാസിനുള്ള പരിപാടിക്കുള്ള പോക്കായി. ഗ്യാസിൻ്റെ ബുക്കും കൂടെ. ഇനിയിപ്പോൾ ഇന്ന് മൂന്നാമത് ഞാൻ തന്നെ പോകണം കേട്ടോ. ഇന്ന് ഇച്ചിരി വെയിലും വെട്ടമൊക്കെ ഉണ്ട്. നിൽക്കുന്ന നിപ്പി മഴ പെയ്യും. എന്നാലും ഇച്ചിരി ചീറ്റലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രാവിലെ എണീറ്റിട്ട് എങ്ങനെയാവും എന്നാകുമെന്നൊന്നും അറിയത്തില്ല. ജലദോഷമൊക്കെ പടാന്നാണ് പിടിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും കുഞ്ഞുങ്ങളുടെ സ്കൂൾ ടൈം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 9 ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത് ചെല്ലുമ്പോഴത്തേനും വലിയ തിരക്ക് കാണത്തില്ല ബസ്സിലേ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം പറ്റുമെങ്കിൽ. വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ സീറ്റ് കിട്ടുന്നെങ്കിലൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്നാ പറയുന്നത്, ഇന്നെങ്കിലും നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ ദൈവമേ, സത്യം ഇന്നെങ്കിലും നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം എപ്പോഴും നമുക്ക് ഇതിൻ്റെ പുറകെ ഈ നടപ്പ് ഇച്ചിരി പാടാന്നേ. പിന്നെ ഇതെല്ലാം നമ്മുടെ സർക്കാർ പറയുന്ന മാതിരിയൊക്കെ നമുക്ക് ചെയ്തില്ലേ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരിയും കള്ളത്തരത്തിലൂടെയൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഓരോന്ന് എല്ലാവരുടെയും എന്നാ പറയുന്നത്, അർഹതപ്പെട്ടവരുടെ കൈകളിൽ കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൂടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയി ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവരും പോലെ നമ്മൾ വന്നു കേട്ടോ. ഫാറത്ത് ഗ്യാസിൻ്റെ ഓഫീസിൻ്റെ പുറകിലാട്ടോ. വന്നെല്ലാം ചെയ്തു കിട്ടി, റെഡിയായി കേട്ടോ. ഈ പ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് പറ്റി, ഏതെല്ലാം റെഡിയായി കിട്ടി. സന്തോഷമായി. ഇന്നും കൊണ്ടുവരാതെ വന്നാൽ കേട്ടോ. അപ്പം മഴ പെയ്തേയില്ല. സത്യം പറഞ്ഞാൽ വണ്ടി കൊണ്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ ചപ്പാത്തി ഭയങ്കര മോശം. അതുകൊണ്ട് പിന്നെ എടുക്കാൻ ചേട്ടാണ്ട് പറഞ്ഞായിരുന്നു വണ്ടി കൊണ്ടുകൊണ്ടെന്ന്. ഏതായാലും കഴിഞ്ഞ് കിട്ടി. ആ കാര്യത്തിൽ ഓക്കെ ആയി, സെറ്റായി. അപ്പം നമ്മൾ ഗ്യാസിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് കയറി നിന്നപ്പോൾ തന്നെ ഏലപ്പാറ ഉപ്പുതറ എന്നും പറഞ്ഞ ഒരു ഫ്രൈഡ് റൈസ് വന്നു കേട്ടോ. ഒന്നും നോക്കിയില്ല, ചാടിക്കയറി. ഉപ്പുതറയ്ക്കാണല്ലോ കൊണ്ടോടിയാണല്ലോ എന്ന് കരുതി ചാടിക്കയറി കേട്ടോ. ഇതിപ്പം കുട്ടിക്കാനത്ത് നിന്ന് എന്നാ പറയുന്നത്, പള്ളിക്കുന്നൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഏലപ്പാറയോട് അടുക്കാറായ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ സൈഡ് സീറ്റൊക്കെ കിട്ടി നല്ല ചെവിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടും ഒക്കെ കേട്ട് ആസ്വദിച്ചിരുന്ന് കാണാൻ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ. നമുക്കൊരു പ്രത്യേക വൈബ് തന്നെയാവും. ഒരു മഴയൊന്നും ആയിരിക്കരുത് കേട്ടോ. മഴയൊക്കെ ഷട്ടറൊക്കെ താക്കാണ്ട് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, എന്നാണോ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്കും സംഭവമാണ് കേട്ടോ. സെറ്റപ്പ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി. ഇപ്പം എന്തേ കണ്ടോ, തിരിഞ്ഞ് ഓരോരോ ചെറിയ മുട്ടക്കുന്നുങ്ങൾ ഓണക്ക് തേയിലത്തോട്ടങ്ങൾ കേട്ടോ. ഓരോരുത്തരുന്ന് കാണാൻ വന്നേക്കുന്ന കണ്ടോ. ഇത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് കാണുന്നുണ്ടോ, കാർക്ക് ഒതുക്കിയിട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇതിലെയൊക്കെ കഴിഞ്ഞ ദിവസം അമ്മു കാർ ഓടിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ. അതൊക്കെ ഇന്ന് ഓർത്തു. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെയൊക്കെ ഇതിലേക്ക് സ്കൂട്ടി കൊണ്ട് പോകുന്നത് എത്ര സ്പീഡിലാണെന്നറിയാമോ? 60. ബാക്കിയുള്ളടത്തെല്ലാം 20, 30 പോകത്തുള്ളൂ. ഇങ്ങോട്ടേക്ക് കുറേ സ്ഥലം നിരപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ 60-ലാണ് പോയെന്നൊക്കെ ഞാൻ അമ്മൂനോടൊക്കെ പറഞ്ഞായിരുന്നു, വിഷ്ണുവിനോടൊക്കെ. ഇവിടുന്ന് താഴെക്കൂടെയൊക്കെ വഴിയുണ്ടോ, അത് കാണുന്നതാണ് കേട്ടോ ഏലപ്പാറ. കുഞ്ഞു കാണുന്നതാണ് ഏലപ്പാറ ടൗണ്. താഴോട്ട് നോക്കിയാൽ റോഡൊക്കെ കണ്ടില്ലായിരുന്നോ? അത് കണ്ടോ റോഡൊക്കെ? അത് നമ്മൾ വാഗമണ്ണ് പോകുന്ന റോഡ് കേട്ടോ. അപ്പം കുറേ ഭാഗങ്ങളൊക്കെ തേയിലയൊക്കെ വെട്ടി നല്ല ക്ലിയർ ആക്കിയിട്ടേക്കും. അത് കാണുമ്പോൾ തന്നെ ഇറങ്ങി കൊളുന്തെടുക്കാൻ തോന്നും. താഴെക്കൂടെ ഒരു കുഞ്ഞരുവിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കുണ്ടല്ലോ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ സൈഡ് സീറ്റ് കിട്ടിയില്ല എനിക്ക് ദേഷ്യം വരും. അത് ഒരു പണി കിട്ടി, മുട്ടൻ പണി. ഏലപ്പാറ സ്റ്റാൻഡിൽ കൊണ്ടുപോയി, ഒരു ചെറിയ സ്റ്റാൻഡാണ് കേട്ടോ ഏലപ്പാറയിൽ. അവിടെ കൊണ്ടുപോയി ബസ് നിർത്തിയിട്ടിരിക്കുക. അവിടെ 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത് പഴങ്ങളൊക്കെ കണ്ടോ, ആ ചുമലപ്പഴം കണ്ടോ, അത് കുട്ടാട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ നിങ്ങളെ ഫോക്കസ് ചെയ്ത് കാണിച്ചു. നല്ല മൂവാണ്ട മാങ്ങാപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടില്ല കേട്ടോ. അല്ലായിരുന്നു ഞാൻ ഇറങ്ങി 1 കിലോ മേടിച്ചു. ഞാൻ സ്റ്റാൻഡ് ഇച്ചിരിയുടെ മുകളിലല്ലേ, ഇങ്ങോട്ടേക്ക് വണ്ടി താഴോട്ട് പോകുന്നപ്പോഴും ചേട്ടൻ പറ അയ്യോ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വണ്ടി ചെറുതായിട്ടൊന്ന് ചവിട്ടിയതാണ്. ഡ്രൈവർ ചെയ്യാണ്ടിരുന്ന് ചൂടാകുന്നുണ്ട്. വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേനേ വരത്തുള്ളൂ, അപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറഞ്ഞു.
എന്നിട്ട് നേരെ ഇങ്ങ് പോരുവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നേരെ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് അതിലും മുട്ടനൊരു പണി കിട്ടിയെന്ന് മനസ്സിലായത് കേട്ടോ. ഉപ്പേറയ്ക്ക് വരാനായിട്ട് നമ്മുടെ എന്നാ പറയുന്നത് പരപ്പുവഴിയാണെന്നാണ് ഞാൻ പോയ വഴി, ചപ്പാത്തി വഴിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബസ്സിൽ കയറിയത്. വേറെ കുഞ്ഞു ഇതൊന്നും വെച്ചിട്ടും ഇല്ല കേട്ടോ, ബോർഡൊന്നും. ഇവിടെ വന്നപ്പോൾ ദേ ആ മോസ്കിൻ്റെ അവിടുന്ന് മുകളിലേക്ക് കയറി പോകുന്ന വണ്ടി. ഞാനോർത്ത് എനിക്ക് തെറ്റിപ്പോയോ, ബോർഡ് തെറ്റിയോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇതിലേ ഉപ്പേറയ്ക്ക് പോകാമെന്നൊരു വഴിയുണ്ടല്ലോ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെമ്മണ്ണമ്പലത്തിൽ പോയില്ലായിരുന്നോ നമ്മൾ സ്കൂട്ടിയായിട്ട് ഓടിച്ച്, ആ ചെമ്മണ്ണമ്പലത്തിൻ്റെ അതിലേ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഏലപ്പാറയിൽ നിന്ന്. പണ്ടൊക്കെ ഞാൻ എന്നാ പറയുന്നത് ലാൽട്ടനും ഒക്കെ ചേർന്ന് ബസ്സേൽ ഇതിലേ ആയിരുന്നു ചെമ്മണ്ണമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും എല്ലാം വഴിയൊക്കെ ഇടിഞ്ഞു അറിഞ്ഞ് മൊത്തം മോശമായി കിടക്കുമായിരുന്നു. ഒരു കല്ലേന്ന് ഒരു കല്ലിലോട്ടായിരുന്നു ഞാനിന്ന്. ആ വഴി റെഡിയായോ എന്ന് അറിയത്തില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് തിരിച്ചു പോയത് കേട്ടോ സത്യത്തിലാണ്. അപ്പം ഞാൻ മനസ്സിലോർത്തു ഈ വഴിയൊന്ന് പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വേണ്ട എന്തൊക്കെയോ സംഭവങ്ങളും, സ്കൂളാണോ എന്ന് എനിക്കറിയത്തില്ല, കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, ലേംസും പള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പം ഒരു കുഞ്ഞ് സിറ്റി മാതിരിയും ഒക്കെ കേട്ടോ, വലിയൊരു ഇതല്ല എന്നാലും. അപ്പോൾ ചെമ്മണ്ണമ്പലത്തിലോട്ട് പോകുന്ന ഒരു റൂട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ എന്തൊക്കെയോ കെട്ടിടങ്ങളും കാര്യങ്ങളും. ഇവിടുന്ന് അങ്ങ് കാണുന്നതാണ് കേട്ടോ ചെമ്മണ്ണമ്പലമൊക്കെ. കണ്ടോ ഒരു ഫാക്ടറിയും ചെമ്മണ്ണമ്പലം ഒക്കെയാണ് അങ്ങ് കുഞ്ഞായിട്ട് കാണുന്നത്. ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വലിയ വളവുണ്ട്. അത് വണ്ടി ബസ്സാണെങ്കിൽ പോലും കൂടെ ഇങ്ങനെ നിർത്തി ബാക്കിലോട്ടൊക്കെ എടുത്തിട്ടൊക്കെ ആയിരുന്നു അന്ന് പോകുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് അങ്ങനെ തന്നെ ആ കൊടും വളവ് തിരിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇത് കേട്ടോ ഈ വലിയ വളവ് കേട്ടോ. ഇത് വണ്ടി മുമ്പോട്ടേക്ക് പോയിട്ട് വണ്ടി ബാക്കിലോട്ട് എടുക്കും, എന്നാലേ ഇവിടുന്ന് കറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. കണ്ടോ നല്ലത് ഒറ്റയടിക്ക് ഇങ്ങനെ കറങ്ങി പോകാൻ പറ്റത്തില്ല. കണ്ടോ ഇതിപ്പം നിർത്തിയിട്ടിട്ട് ബാക്കിലോട്ട് എടുക്കുക വണ്ടി കേട്ടോ. ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി കേട്ടോ. അപ്പം പുറകിൽ നിന്ന് വന്ന വണ്ടികളൊക്കെ അവിടെ നിർത്തിയിടും. ശരിക്കും എന്നാ പറയുന്നത് ഇസഡ് മാതിരിയോ എട്ട് മാതിരിയോ കണ്ടുള്ളൂ കേട്ടോ. ഈ വളവ് ഭയങ്കരം തന്നെ, ഒരു ഭയങ്കര വളവ് തന്നെ കേട്ടോ. പണ്ടൊക്കെ ഈ വഴി മോശമായിരുന്നപ്പോഴൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇവിടെയൊക്കെ വരുമ്പോഴൊക്കെ ഛർദ്ദിച്ച് കുക്കി അവശതയാകുമായിരുന്നു. എൻ്റെ ദൈവമേ, ഞാനൊക്കെ എങ്ങനെയും രക്ഷപ്പെടണം നന്നാകണം എന്നൊക്കെ കരുതിയാണല്ലോ നമ്മൾ അമ്പലങ്ങളിലോട്ടും പള്ളികളിലോട്ടും ഒക്കെ പോകുന്നത്. അങ്ങനെ സത്യം പറഞ്ഞാൽ ആൾട്ടൻ്റെ കുടിയൊക്കെ മാറും എന്നുള്ള പ്രതീക്ഷയോടെയൊക്കെ ഒത്തിരി പ്രാവശ്യം ആൾട്ടനും ഞാനും ഇവിടെ വന്ന ഒരു അമ്പലമാണ് കേട്ടോ ചെമ്മണ്ണമ്പലം. ഇതെന്തോ നമ്മുടെ തേയിലയുടെ തന്നെ ഫാക്ടറിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി ആണെന്ന് തോന്നുന്നു. അവിടുന്ന് ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്, തേയില ഉണ്ടാക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കേട്ടോ അതിനിടയിൽ കൂടെ ചുമന്ന് കുഞ്ഞിത് കാണുന്നുണ്ടോ, അതാണ് അമ്പലം. താഴോട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് അമ്പലം വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല. നല്ല രസമില്ലെന്ന് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ. മൊത്തം തേയിലക്കാടാണ് കേട്ടോ എസ്റ്റേറ്റ്, തേയിലയുടെ ചായയുടെ ചായപ്പൊടി. അപ്പം നല്ല ഭംഗി. എനിക്കത് കാണുമ്പോൾ ഇഷ്ടം തോന്നി. അതാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെയല്ലേ സ്കൂട്ടിയൊക്കെ ആയിട്ട് ഈ ബസ്സൊക്കെ വരുമ്പോൾ സൈഡ് കൊടുത്ത് പോയെന്നൊക്കെ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് വരുമ്പം ഇറങ്ങി പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ അത്. കണ്ടോ ഞാൻ ഇച്ചിരി ഇങ്ങനെ ബാക്കിലോട്ട് ക്യാമറ പിടിച്ചതാണ്. പിന്നെ ഒരു സങ്കടം വന്ന കാഴ്ചയുണ്ട്. ഇതുണ്ടോ ചേട്ടന്മാർ ലൈമാന്മാർ, ഈ ലൈമാന്മാരെന്നാണോ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാർ കേട്ടോ. അവർ മഴയൊന്നും ഇല്ല വെയിലൊന്നും ഇല്ല, മഴക്കാലമായാൽ ഞങ്ങൾക്ക് എന്നാ പറഞ്ഞത് ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ. ഇത് നമ്മുടെ അമ്പലം എത്തി ഉണ്ടോ. തിരിച്ചെനിക്ക് മുകളിലോട്ട് നിങ്ങളെ ശരിക്കും കാണിച്ചു തരാൻ പറ്റത്തില്ല കേട്ടോ, ഞാൻ ഈ സൈഡിലിരിക്കുന്നതുകൊണ്ട്. അന്ന് നമ്മൾ സ്കൂട്ടിയെ വന്ന് ചെമ്മണ്ണമ്പലത്തിൻ്റെ നടക്കിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ചേട്ടന്മാരെ കുറിച്ച് ഞാൻ പറയട്ടെ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയേ. കാരണം എന്നാ പറയുന്നത് വെയിലും മഴയും ഒന്നും അവർക്ക് നോക്കാൻ പറ്റത്തില്ല അല്ലേ. അവരുടെ കുടുംബത്തെ പോറ്റേണ്ട ഒരു തൊഴിലാണത്. എത്ര പേരെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ എൻ്റെ ദൈവമേ ഒരു ചേട്ടൻ മരിച്ചു കേട്ടോ, കറണ്ട് അടിച്ച്. അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സങ്കടം. അവരും മറ്റുള്ളവരുടെ ജീവൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ രക്ഷിക്കാനായിട്ട്. ഇവിടെ അടിപൊളി ഇതുണ്ടോ, ഇതാണ് കൊളുന്തെടുക്കുന്ന ചേച്ചിമാർ കേട്ടോ. നമുക്ക് എസ്റ്റേറ്റിൽ ചേട്ടായുടെ നമ്മുടെ ഒറ്റമരത്തിൽ നമുക്ക് തേയിലക്കാടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ പോയി കൊളുന്തൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഇതേ ഇവിടെ ഒരു കുഞ്ഞു പാലം കൊണ്ടുപോട്ടോ, പാലത്തിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞിരിക്കുന്നുണ്ടോ കൊണ്ടോ, കുഞ്ഞിടുങ്ങിയ പാലമാണ്. ഇതൊക്കെയാണ് ശരിക്കും പണിയേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ മോഡിഫൈ ചെയ്തിട്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ലക്ഷണം കണ്ടിട്ട്. കാരണം കുഞ്ഞി പാലമാണ്, എത്ര വണ്ടികൾ പോകുന്നതെന്നറിയോ, എത്രയോ മനുഷ്യർ ഇവിടെയൊക്കെ ജീവിക്കുന്നതെന്നറിയോ. നമുക്ക് ചപ്പാത്ത് പാലം വെള്ളം കയറുമോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ ആശ്രയിക്കാനായിട്ട്. കണ്ടോ റെഡിയാക്കി കണ്ടോ, സിന്ധു ലാൽ പുഷ്പാലയമാണ് ഇത്. എത്ര നാൾ മുമ്പഴത്തേന്നറിയാമോ ഈ ഫോട്ടോ നോക്കിയേ ദൈവമേ.
ലാൽട്ടൻ മരിക്കുമ്പോൾ ഒന്നും ഗ്യാസും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞ് എന്നാ പറയുക, നമ്മൾ ആറ്റുകാർ വീട്ടിൽ താമസം തുടങ്ങി കഴിഞ്ഞ് സന്തോഷം എന്നോട് എടി ഗ്യാസും അടുപ്പും എല്ലാം കൂടെ കൊടുക്കുന്നുണ്ടടി, ഇത്ര രൂപ അങ്ങോട്ട് അടച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എത്രയാണെന്ന് ഞാൻ പൈസ ഒന്നും ഓർക്കുന്നില്ല. അന്ന് ഞാൻ വലിയൊരു തുകയാണ് അന്നത്തെ ഇതിൽ എനിക്ക് അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയത്തല്ലേ. എന്നിട്ട് അടച്ചാൽ മതി ഇടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി. സ്റ്റൗവും ഒരു സിലിണ്ടറൂടെ ആയിട്ട്, നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ഗ്യാസ് സ്റ്റൗവും ഒരു സിലിണ്ടറൂടെ ആയിട്ട് അന്ന് കിട്ടിയതാണ്. സിന്ധുലാൽ പുഷ്പാലയം കണ്ടോ. അപ്പം എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, ഇതിനി പേര് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ ഇപ്പം നിലവിൽ സിന്ധു സുനിൽ നരീഞ്ചിയിൽ നല്ല അഡ്രസ്സ് ആധാറും ഒക്കെ, അപ്പോൾ പ്രശ്നമാകുമെന്ന്. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ 1 and same വരെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സ്ഥലമൊക്കെ മേടിക്കുന്ന സമയത്തും നമുക്ക് ഓരോ കാര്യങ്ങളുടെ സമയത്തിനൊക്കെ നമുക്ക് 1 and same ഒക്കെ വേണമായിരുന്നു. ഇത് എന്നാണ് എന്തോ ആവശ്യത്തിന് 1 and same വേണമായിരുന്നു. ഇത് ഞാനപ്പം നേരത്തെ എടുത്തു വെച്ചിരുന്നു കേട്ടോ. ഞാൻ 1 and same ഒക്കെ കൊണ്ടായിരുന്നു പോയത് കേട്ടോ. കാരണം ഈ പേരിങ്ങനെ വ്യത്യാസമുള്ളതുകൊണ്ട് പ്രശ്നമാകുമെന്ന് ഓർത്ത്. പക്ഷേ ഒന്നും പറ്റിയില്ല. ആധാർ നമ്മുടെ ഏതാണോ ഈ ബുക്കിൻ്റെ ഈ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ തന്നെ സിന്ധു സുനിൽ എന്നുള്ള ആധാറിൻ്റെ ഇത് വന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും അക്ഷയയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ശരിയാകുന്നു, ചിലരുടെ ഒന്നും ശരിയാകുന്നില്ലെന്ന് നമ്മുടെ ഇവിടെ. അതാ ഭാരതിൻ്റെ ഓഫീസിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഓഫീസിൽ തന്നെയൊക്കെ ആകുമ്പം അവരതിനുള്ള പരിഹാരമോടെ കണ്ടുപിടിച്ച് അന്നേരം തന്നെ റെഡിയാക്കി തരും. അന്ന് ഞാൻ 2 പ്രാവശ്യം പോയപ്പോൾ നെറ്റില്ലാഞ്ഞിട്ടായിരുന്നു കേട്ടോ പിരുമേട്ടിൽ. ഒരു പ്രാവശ്യം ഒരാളിലേക്ക് കൊടുത്തു വിട്ടു, പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പോവുകയും ചെയ്തു. അന്ന് അവിടെ നെറ്റില്ലാഞ്ഞിട്ടാണ് പറ്റിയത്. പക്ഷേ ഇപ്പം ചെന്നതേ കിട്ടി കേട്ടോ. എൻ്റെ ഈ കൈയൊക്കെ ഉണ്ട്, ഒരു നല്ലൊരു മോനാണ് ഇരിക്കുന്നത് അവിടെ. എൻ്റെ ഈ കൈ ഈ വിരലും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇത് പതിയുന്നില്ല. ഇത് കണ്ടില്ലേ എൻ്റെ കൈ വിരലിൻ്റെ എല്ലാം ഇങ്ങനെ ഇരിക്കുക, തൊലി ഉരിഞ്ഞ് ഒരു രക്ഷയില്ല. രാത്രിയാകുമ്പോഴത്തേനും ഭയങ്കര പോച്ചിൽ കൊല്ലവാ. ഇത് പിന്നെ വെള്ളത്തിൻ്റെ കുറവിൻ്റെ ആണെന്നൊക്കെയാണ് ഒത്തിരി ഡോക്ടേഴ്സിനെ ഞാൻ കാണിച്ചു കേട്ടോ. പക്ഷേ വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളാംശം പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞു. എന്തേരം വെള്ളം കുടിക്കുന്നുണ്ടോ എന്നിട്ട് എന്നെ ചെയ്യാൻ. അപ്പം അങ്ങനെ പിന്നെ ഈ കൈയിടത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്നു, ഈ വിരൽ വെച്ചപ്പോഴത്തേനും വന്നു ചൂണ്ടുവിരൽ. അപ്പോൾ അത് ഗ്യാസിൻ്റെതൊക്കെ സെറ്റാക്കി റെഡിയാക്കി വന്നു. എല്ലാവരും ചെയ്യണം കേട്ടോ. കാരണം ഗ്യാസൊക്കെ ഇല്ലാണ്ട് നമുക്ക് കിട്ടാതൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇനിയുള്ള കാലം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ. ഗ്യാസൊന്നും ഇല്ലാണ്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ശരിയാക്കി സെറ്റാക്കി വീട്ടിൽ തിരിച്ചു വന്നു. പഴം മേടിച്ചുകൊണ്ട് വന്നു. ഞാനിപ്പം 2 പഴം കഴിച്ചു ആയിട്ട് നടത്തിയിട്ട് വന്നു കേട്ടോ. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഈ പ്രാവശ്യം കൊണ്ട് ശരിയാക്കി വെക്കണേ മാതാവേ, ഇനി എനിക്ക് നടക്കാൻ പറ്റത്തില്ല മാതാവേ, മഴയെ കൊണ്ടാണെങ്കിൽ എനിക്ക് അറപ്പാ മാതാവേ, വഴി കൂടെ ഒക്കെ പോകണമെങ്കിൽ അപ്പടി ചക്കയെ അളിഞ്ഞ് ഈ ചക്കയൊക്കെ വേണ്ടാത്തവരെന്നാൽ വിറ്റാ പോയി. എല്ലാം മഴക്കാലം ആകുമ്പോൾ മോശമാണ്. ഈ ചക്ക എല്ലാം കൂടെ അങ്ങോട്ട് പഴുത്തളിഞ്ഞ് ചാടിയിട്ടേക്ക്. ചക്ക നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പക്ഷേ ഇതങ്ങ് ചീഞ്ഞ് ചാടി കഴിയുമ്പോഴത്തേന് ശരിക്കും എന്നാ ചീത്ത സ്മെല്ലും ആളിഞ്ഞ് പൊളിഞ്ഞ് വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം. അതൊക്കെ എനിക്ക് ഭയങ്കര അറപ്പാണ്. അപ്പം ഞാൻ മനസ്സിൽ മാതാവേ ഇന്നുകൊണ്ട് കിട്ടിയേക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഏതായാലും നടത്തി കിട്ടി കേട്ടോ. എല്ലാ കുഴപ്പമില്ലാണ്ടൊക്കെ പോയിട്ട് വന്നു. ഒരു കുഴപ്പമില്ലാണ്ട്, ഒരു തടസ്സം ഇല്ലാണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു കിട്ടി. അപ്പം മാതാവിനോട് വന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞു, നന്ദിയൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് നമ്മുടെ വണ്ടി ഒന്ന് കഴുകണം, നമ്മുടെ സ്കൂട്ടി ഒന്ന് കഴുകണം, പിന്നെ അവനെ ഒന്ന് സെറ്റാക്കി വെക്കണം. മഴയില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അന്നേരം മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി. ഇത്രയും നേരം മഴ പെയ്തില്ല കേട്ടോ. മഴയൊന്നും പെയ്തില്ല, നല്ലതായിട്ട് തോർത്ത് നിന്നു. തമ്പുരാനോട് നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും അടുത്ത മഴയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടി ഒന്ന് കഴുകി സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നല്ല ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കായും കൂടെ പച്ചത്തേങ്ങ അരച്ച് കറി വെക്കുവാണ് കേട്ടോ. മാങ്ങ ചെനച്ചിട്ടുണ്ട് കേട്ടോ, പഴുത്തിട്ടില്ല. പുളിയുണ്ട് ചെറുതായിട്ട്, ഒത്തിരി ഓവർ പുളിയില്ല, നന്നായിട്ട് ചെനച്ചതാണ്. പച്ചമാങ്ങയൊക്കെ കഴിഞ്ഞു ഗൈസ്. ചക്കക്കുരു ഇതേണ്ട അടുപ്പേ വെച്ച് ചക്കക്കുരു ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഈ മാങ്ങയും മുരിങ്ങയ്ക്കായും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും കണ്ടോ. എന്നിട്ട് ഒരു ലേശം വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കും, ഒന്നുകൂടെ ഇവനെയും കൂടെ ഒന്ന് വേകാൻ വേണ്ടി കേട്ടോ. അപ്പം വേണ്ട ഞാൻ മാങ്ങായും മുരിങ്ങയ്ക്കായും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇച്ചിരി ഉപ്പും കൊടുത്ത് കൊടുക്കാവേ നമുക്ക്. അവനെല്ലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാം. വേറൊരു പാനിനകത്ത് ഞാൻ അവനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യത്തിൽ ഞാൻ
വീഡിയോ എടുക്കാൻ വന്നത്. ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവാം. എൻ്റെ ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു മാങ്ങയും 2 ആപ്പിളും. നിങ്ങൾ കഴിച്ചിട്ട് കാണത്തില്ലായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, അവൻ്റെ പരിപാടി കഴിഞ്ഞിട്ടെ. ശരാ. അപ്പം നമ്മുടെ ചെമ്മീനും മാങ്ങായും മുരിങ്ങയ്ക്കായും ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീനും മാങ്ങായും മുരിങ്ങയ്ക്കായും ഞാൻ അരച്ചത് തേങ്ങയും 2 കൊച്ചുള്ളി, കാന്താരി, മഞ്ഞളുമാണ് കേട്ടോ. എന്നിട്ട് കടുക് താളിച്ചും കൂടി ഇടും. ആദ്യം ചക്കക്കുരു വേഗം വെക്കും, അത് കഴിഞ്ഞ് മുരിങ്ങയ്ക്കായും മാങ്ങായും ഇട്ട് കൊടുക്കും. ലാസ്റ്റ് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ആ തലയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കൈക്കകത്തൊന്ന് ഞെരടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മൊത്തം പൊടിക്കത്തില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് അരപ്പത്തെ കൂടെ ചേർത്ത് തിളപ്പിച്ചിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് കൊച്ചുള്ളിയും വത്തലമുളകും കറിവേപ്പിലയും കൂടെ കടുകും തളിച്ചിട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് കാണിക്കാൻ തരുന്നത് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ആപ്പിളും മാങ്ങായും നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമയം ഒന്നുമില്ലാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. കാരണം വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകും കേട്ടോ അച്ചാറൊക്കെ. എന്നിട്ട് ഉണങ്ങിയ നല്ലൊരു ബൗളിനകത്തോട്ടോ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ടോ ഇവനെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ മാങ്ങ അച്ചാറിന് മാങ്ങ അരിയല്ലേ എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് നമ്മൾ ഇവനെ അരിയുന്നത്. ഇപ്പം ഞാനിവിടെ ഒക്കെ തുടച്ചിട്ടാണ്, ഇവിടെ അഴുക്കൊന്നുമില്ല. എന്നിട്ട് ഇവനെ ഇങ്ങനെ അകത്തെ ആ കുരുവൊക്കെ കളയുക, അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് നമ്മുടെ മാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. തൊലിയൊന്നും ചേർത്തണ്ട കേട്ടോ. അതെ, ഒത്തിരി കട്ടിക്കല്ല, എന്നാൽ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ ഇങ്ങനെ ഇവനെ മൊത്തം അരിഞ്ഞെടുക്കുക. കാണിച്ചു തരാവേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇതേപോലെ അരിഞ്ഞെടുക്കുക. മാങ്ങാച്ചാറിന് അരിയുന്നത് കണക്ക് തന്നെ കേട്ടോ. അപ്പം ഞാൻ ഇവനെ മൊത്തം അരിഞ്ഞുകൊണ്ട് വരട്ടെ. അപ്പം വേണ്ടേ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു ബൗള് നിറച്ചായി കേട്ടോ. ആ ഒരു മാങ്ങായും 2 ആപ്പിളും കൂടെ. അപ്പം ഞാൻ വേറൊരു പാത്രം എടുത്തു, കാരണം ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വേണ്ടേ വേറൊരു പാത്രത്തിനകത്തോട്ടിട്ടു. എന്നിട്ട് അതിനകത്തോട്ട് ഞാനൊരു കുറച്ച് കാശ്മീരി ചില്ലി കേട്ടോ പൗഡർ ഇങ്ങനെ കൂട്ടിട്ട് കൊടുക്കും. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും കേട്ടോ. ഇത് കണ്ടോ? ഓക്കെ, സോറി. എന്നിട്ട് ഇതിനെ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യും. ഇതിപ്പോൾ ഉണക്കപ്പാത്രമാണേ, വെള്ളമയമുള്ള പാത്രമായിരിക്കരുത് കേട്ടോ, പെട്ടെന്ന് പൂത്തു പോവും. ഇത് നമ്മൾ വേവിക്കത്തും ഒന്നുമില്ല, ചൂടാക്കത്തും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒട്ടും വെള്ളമയം ആകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു 1/4 മണിക്കൂർ ഞാൻ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവൻ റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണെന്നറിയോ. എന്തായാലും ഇരിക്കട്ടെ, റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീ കത്തിച്ചു. എന്നിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഉലുവ ഇടയിൽ പൊടിച്ചതില്ല, സത്യത്തിൽ ഉലുവ പൊടിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അച്ചാറുപൊടി കഴിക്കണം. അച്ചാറുപൊടി എൻ്റെ കയ്യിൽ കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പം മുഴുവൻ ഉലുവയാണ് ഇടുന്നത് കേട്ടോ. ഉലുവയുടെ പൊടിയാണ് ഇടേണ്ടത്. കുഴപ്പമില്ല. ഇപ്പം നമ്മൾ എന്നാ പറയുന്നത്, ഇച്ചിരി കുറച്ച് നേരം ഉണ്ടാക്കുന്നു, ദിവസം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ.
ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കടുകിനകത്തെ കല്ലെല്ലാം താഴോട്ടേക്ക് പോകും. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേച്ചി വിളിച്ചു കേട്ടോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നേ. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറയാം, ഉഷേച്ചിയെ വിളിച്ചപ്പം ഉഷേച്ചിക്ക് ഫോൺ കൊടുക്കുകയായിരുന്നു തമ്പുരു കേട്ടോ. തമ്പുരു ഫോൺ മേടിച്ചിട്ട് ഭയങ്കര വർത്തമാനമാണ്. എന്നിട്ട് ചുണ്ടുവിൻ്റെ കഥ പറയാനേ സമയമുള്ളടീന്ന്. എടീ നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി, പാപ്പുവിനെ ഇഷ്ടമാണ്, പക്ഷേ പാപ്പുവിനെ വേണ്ടെന്ന് പറഞ്ഞത്. പാപ്പുവിന് ഇഷ്ടമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ശാമകൃത്യമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും വരും. അപ്പോൾ കടുക് പൊട്ടിക്കുന്നതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണേ. ചേട്ടായി വന്നിട്ടുണ്ട്, കുളിക്കാൻ പോകുന്നു. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളി. വെള്ളം ചൂടായിരിക്കുന്നു. പിന്നെ തോല് വേണം, തോന്നുന്നുണ്ട്. വോൾട്ടേജിൻ്റെ ഒരു കുറവുണ്ട്. ഇച്ചിരി കൂടെ നേരത്തെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ വിനാഗിരി ഒരു ലേശമേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടെ വിനാഗിരി വേണമെന്ന് തോന്നുന്നു. അത്രയും പോരായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടായിട്ട് വിനാഗിരിയും കൂടെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതാ പിന്നെ ഇച്ചിരി കൂടെ താമസിച്ചത്. എന്നിട്ട് വന്ന് ബെല്ലടിച്ചിട്ടേ എടി ഞാൻ വിനാഗിരി മേടിച്ചിട്ടുണ്ട്. ഞാൻ എന്നാ പറയുമെന്ന് പറഞ്ഞാൽ പിന്നെ സാരമില്ലാന്ന് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെ ഉള്ള വിനാഗിരി വെച്ചിട്ട് നാളെ ബാക്കി വിനാഗിരി മേടിക്കുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അടുക്കള വന്ന് നോക്കിയപ്പോൾ അടുക്കള കൊണ്ട് വെച്ചിരിക്കോ പമ്മി. അപ്പം നല്ലപോലെ മൂക്കണം കേട്ടോ, പച്ച ചോദിക്കാതെ. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂക്കട്ടോ. ഒരാൾ കുളിക്കാൻ കയറുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ് ബാത്റൂമിൽ നിന്ന്. കടവടാന്ന് ഭയങ്കര, അങ്ങോട്ട് ബക്കറ്റ് തള്ളുന്നു ഇങ്ങോട്ട് ബക്കറ്റ് തള്ളുന്നു. വരുന്നേ ഒന്ന് പോയി കോഴീനെ ഒന്ന് നോക്കിയിട്ട് വരും. ചില ദിവസങ്ങളിൽ നോക്കിയാൽ ചില ദിവസങ്ങൾ നോക്കും. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ എന്നാ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. അച്ചാർ പൊടി ഉണ്ട്, അച്ചാർ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അച്ചാർ പൊടി സോറി കേട്ടോ, ഒരു 2-3 ഉലുവായും കൂടി ഇടുവാണേ. അത് നമുക്ക് ആ വെളുത്തുള്ളി ഒന്ന് മാറ്റിയിട്ട് ആ കടുക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. സാധാരണ ഉലുവ പൊടിയല്ലേ ചേർക്കുന്നത്, അതൊന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഒരു 5-6 ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരും. മൂത്തു നല്ല എണ്ണ ചൂടായി കിടക്കണ്ടേ. എന്നിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ, ഒത്തിരി ഇല്ലല്ലോ, നമുക്ക് കുറച്ചല്ലേ അളവിലും കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കായപ്പൊടിയാണ് കേട്ടോ, കായപ്പൊടി ഈ പറഞ്ഞ പോലെ. അച്ചാർ പൊടിയാണ്, ലേശം കായപ്പൊടി മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ഇപ്പം അച്ചാർ പൊടി അല്ലാത്തതുകൊണ്ടാണ്. ആവശ്യത്തിനുള്ള കായപ്പൊടി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇച്ചിരി വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് പെരണ്ടിരിക്കാനും മാത്രമല്ല അത്രയും വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേ. എന്നിട്ട് മൊത്തം കൂടി ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചു. എന്നിട്ട് ഞാൻ ആ തീ അങ്ങോട്ട് ഓഫാക്കി. എന്നിട്ട് തീ നന്നായിട്ട് ഇച്ചിരി ഒന്ന് തണുത്താലും കുഴപ്പമൊന്നുമില്ല ഈ നമ്മുടെ അരപ്പ് കേട്ടോ. അതെ കണ്ടോ, ഒത്തിരി ചൂടോടെ ഇടണ്ട, ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്ന് നമ്മുടെ ആ ആപ്പിളിൻ്റെ ഇതും മാങ്ങായും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. പുളി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേശം വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾക്ക് തന്നെ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. നല്ല അച്ചാറാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അസൽ മാങ്ങ തന്നെ തോന്നത്തുള്ളൂ. നമുക്ക് മിണ്ടാതെ ചേട്ടായിക്ക് കൊടുത്ത് നോക്കാം കേട്ടോ. എന്നാ ചേട്ടായി പറയുന്നറിയാം, പിന്നെ ഇതെന്നാ മാങ്ങാച്ചാറില്ലേ, എന്നാ അച്ചാറാന്ന് പറയാൻ നോക്കാവേ. കഴിച്ച് മനസ്സിലാവും. എന്നാലും കണ്ടോ, സെറ്റല്ലേ, സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ. ഇന്നലെ വൈകിട്ട് ഞാൻ എടുത്തു വെച്ച് കുറച്ച് വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടി ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യും. അപ്പം നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ, വെടിക്കെട്ട അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. പിന്നെ ചെമ്മീൻ മാങ്ങയുടെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടെന്നാകുന്നു, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് കാണിക്കാഞ്ഞത്. എന്നാലും ജസ്റ്റ് ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾ ഏതും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ആ വെല്ലോട്ടിനോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ചെയ്യുന്നവരെല്ലാവർക്കും ടാറ്റാ. കറണ്ട് പോയി.